ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ജിനൂസ് പോയുടെ ഒരു വീഡിയോ കണ്ടത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ കണ്ണാപ്പി സായിയുടെ കൊട്ടേഷനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞത് ജിനൂസ് പോ ഇത്ര വലിയ വളച്ചൊടിക്കൊന്നും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇഷ്യൂ ഞാൻ താത്തയുടെ ലൈവിൽ പറഞ്ഞത് എന്താണെന്ന് എക്സാക്ട്ലി നിങ്ങൾ കേട്ട് കാണും. അത് കഴിഞ്ഞിട്ട് ജിനൂസ് പോ എന്നെ വിളിച്ചിരുന്നു. എടാ എനിക്ക് സായി അല്ല ഇത് തന്നേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തനുജ ഫിജോ ഇവർ രണ്ടുപേരും കൂടാണ് ഈ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് കൊടുത്തതെന്നാണ് അന്ന് അപ്പോഴെന്നോട് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരൻ മറച്ചു വെക്കേണ്ട, ആ ഒരാളെ മാത്രമായിട്ട് എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഈ രണ്ടുപേരെ മാത്രമായിട്ട്. അപ്പോൾ ഫിജോയും തനുജയും കൂടെ ഈ ഫോട്ടോ എടുത്തിട്ട് തന്നു എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സായിയും ഇവരെല്ലാവരും കൂടെ കോൺഫറൻസ് കോളിൽ വരികയും സംസാരിക്കുകയും ചെയ്തു. ഞാൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനാണ് ഇതെൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തത്. എനിക്കറിയില്ല കേട്ടോ, ഇവരിൽ ആരാ കൊടുത്തതെന്ന് അറിയത്തില്ല. ഇനി സായിയെ സേവ് ചെയ്യാൻ വേണ്ടി ജിനൂസ് പോ പറയുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു താത്തയ്ക്ക് പണി കിട്ടിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വന്നതിൽ തലയിൽ ഇരുന്നോട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സായി പറയുന്ന ഈ കൊട്ടേഷൻ്റെ കാര്യം ആർക്കെങ്കിലും പൈസ കൊടുത്തു. ഇയാൾ എന്നോട് പറഞ്ഞത് അയാളുടെ സുഹൃത്താണ് ഈ സിയാദ് എന്ന് പറയുന്നത്, വെട്ടൂരുള്ള വ്യക്തി എന്നാണ് പറഞ്ഞത്. എനിക്കങ്ങനെ അറിയാവൂ. പിന്നെ സായി ഇത് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു അന്ന് ആ ലൈവിൽ പറയുന്നുണ്ട്. അതായത് സായി പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അതിൻ്റെ എവിഡൻറ്റ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, താത്തയുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം പറഞ്ഞിട്ടുള്ള ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം താത്തയുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യം, അടുത്ത കാര്യം ഞാൻ പറയാം. സായി ഇത് ഒരു തവണയല്ല പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആളെ ഇല്ലാതാക്കുമെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ചാനൽ അടിച്ചു കളയുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് പൈസ വാങ്ങി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇതും സായി തന്നെയാണ് പറയുന്നത്. സായിക്ക് 70,000 രൂപ, ഇത് പിന്നെ ഞാൻ സ്വപ്നം കാണുമോ? 70,000 രൂപ ഇവൻ കൊടുക്കാൻ ഉണ്ടായിരുന്നെന്നും നമ്മുടെ ഇറ്റ്സ് മീ കൈസ് കൊടുക്കാൻ ഉണ്ടായിരുന്നെന്നും കൈസിനോട് പറഞ്ഞു എൻ്റെയും കൂടെ പൈസ ഇട്ട് നീ കൊടുക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് പിരിച്ചിട്ട് സായിക്ക് എന്നെ അയച്ചു കൊടുത്തു. അതായത് 40,000 രൂപ 20 40,000 രൂപ പൈസ പിരിച്ച് സായി എടുത്തു എന്നാണ് ഞാൻ അറിയുന്നത്. അത് വിവിക്ക് കൊടുത്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇവൻ അതിൻ്റെ പേരിൽ പണം പിരിച്ചു. ഈ എന്ന് പറയുന്ന കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പണം പിരിച്ച് നക്കി, അതാണ് പറഞ്ഞത്. അതിനകത്ത് ആ സമയത്ത് അവിടെ ചർച്ച നടന്നതിന് ശേഷം എല്ലാവരും ഇതിനെപ്പറ്റി പറഞ്ഞാണ്. കിക്കിൽ അംഗങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ പേരിൽ പൈസ പിരിച്ച് താത്തയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് താത്തയുടെ മോന് കൊട്ടേഷൻ കൊടുക്കുകയാണെന്നും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാൻ പണം പിരിച്ച് നക്കി എന്നുള്ളത് കാര്യം 100% ശരിയാണ്. നക്കി എന്നുള്ള കാര്യം കിക്കിലെ എല്ലാ അംഗങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഈ ന്യായീകരിക്കുന്നത് ജിനൂസ് പോ വന്നിരുന്നിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി സായി നിങ്ങൾക്ക് പൈസ തന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജിനൂസ് പോ എന്ന് പറയുന്ന വ്യക്തി സായിയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് ജിനൂസ് പോയെ ഇറക്കിയത് ഞങ്ങളാണ്, ഞാനും വിവിയും കൂടാണ്. അതെ, അത് ഞങ്ങൾ പറയുന്നുണ്ട്. ജിനൂസ് പോ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. സായി പറഞ്ഞിട്ട് സായിയും കിക്കെന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളും പറഞ്ഞിട്ട് ഞങ്ങളാണ് ജിനൂസ് പോയെ താത്തയ്ക്ക് മണി കൊടുക്കാൻ ബെസ്റ്റ് ആളെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനും വിവിയും കൂടെ പറഞ്ഞിട്ടാണ് ജിനൂസ് പോ ഇത് ചെയ്യുന്നത്. അതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെന്നോ ഈ പറയുന്ന കൊട്ടേഷൻ്റെ കാര്യം അറിയില്ല എന്നൊക്കെ ജിനൂസ് പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഓവറാണ്. കാര്യം ഇതിനകത്ത് പിന്നെ നിന്നത് തനുജ, ഈ പറയുന്ന ഫിജോ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ തന്നെ ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫിജോ അതിനകത്ത് നിങ്ങളുടെ ലൈവിനകത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നതിനകത്ത് ഈ പറയുമാതിരി മോന് പണി കൊടുക്കുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സായിയുടെ വാക്കും കേട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈവിലെടുത്ത് നോക്കുക. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നും അല്ലല്ലോ, വിത്ത് എവിഡൻ്റായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് ഈ പറയുന്ന എന്താ പറയുന്നത് ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോൾ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന എന്തിനാണ് ജിനൂസ് പോ? എനിക്കതാ മനസ്സിലാവാത്തത്. നിങ്ങൾ ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇവർ പലരും പറയുന്നുണ്ട് അവരുടെ കൂടെ നിന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നു എന്നൊക്കെ. ഞാൻ താത്തയുടെ ഒരിക്കലും കൂട്ടായിട്ടില്ല, അവരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം എനിക്കില്ല. അവരോടൊരു തെറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഇവർ നേരെ മറിച്ച് നിങ്ങളൊന്ന് നോക്കുക. താത്ത എന്നോട് തെറ്റ് എന്താണ് ചെയ്തത്? താത്തയ്ക്ക് എതിരെ ഞാൻ വീഡിയോ ചെയ്തു, താത്ത എനിക്കെതിരെ വീഡിയോ ചെയ്തു. താത്ത എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നു. സോ അവർക്കും അതിനകത്ത് റിഗ്രറ്റ് ഉണ്ട്. അവർ പറഞ്ഞു ഒരു മകൻ എന്താ പറയുന്നത് അത് നിനക്ക് മോശമായെങ്കിൽ അത് പോട്ടെ എടാ ക്ഷമിച്ചുകളാ എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അതൊരു അപ്പോളജി എന്നുള്ള രീതിയിൽ അവരും പറയുന്നുണ്ട്. സോ അതിന് ഇനി താത്തയ്ക്ക് എന്താ ഇനി അടുത്ത പ്രാവശ്യം പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നിങ്ങളൊക്കെ എന്നോട് എന്താണ് ചെയ്തത്? വിവിയെ കുറിക്കാൻ വേണ്ടി ഒരു അനാവശ്യമായ കേസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ വോയിസ് വിൽപ്പനക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട്.
അത് നിങ്ങളിരിക്കുന്ന ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് കട്ട് ചെയ്ത് കയറ്റിയതാണെന്ന് നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ പല ലൈവിലും നിങ്ങൾ പറഞ്ഞു ഞാൻ വോയിസ് വിൽപ്പനക്കാരനാണെന്ന്. ആണോ അല്ലയോ? എൻ്റെ പൊന്നു ജീനിയസ് ബ്രോ, ഇതിനകത്ത് പുറകിൽ ഒരുപാട് കഥയുണ്ട്, വൈകാതെ വെളിയിൽ വരും. അപ്പം അപ്പോഴും എന്നെ അടിക്കരുത്. പിന്നെ ഈ റോബിനെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. റോബിനെതിരെ ആരാണ് എനിക്ക് ഇത് തന്നതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആദ്യമായിട്ട് ഈ പറയുന്ന ഒലിവി ക്രിയേഷന് ഇതടിച്ചു കൊടുക്കുമ്പോൾ സായിയാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. ഇവർക്ക് വിവിക്ക് വേണ്ടി ഇന്ന് സംസാരിച്ചത്. അന്നത്തെ ആ കാര്യം റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അന്ന് സായി പറഞ്ഞ റെക്കോർഡ് സഹിതം കിടപ്പുണ്ട്. അന്ന് റോബിനെ പറ്റി സായി പറയുന്ന കാര്യം വ്യക്തമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം ഇതുപോലെ ഞാനിപ്പോൾ അതൊന്നും സംസാരിക്കാതെ എവിഡൻ്റായിട്ട് വെക്കാൻ തരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, നമ്മളെ യൂസ് ചെയ്ത് നമ്മളെക്കൊണ്ട് പലതും പറയിപ്പിച്ച് നീ കൊടുക്കടാ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് ലാസ്റ്റിൽ നമ്മളെ ഇട്ട് കൊടുത്തിട്ട് വേറൊരുത്തനെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മളെ ഇരയായിട്ട് ഇട്ട് കൊടുത്തു. അതായത് നീയൊക്കെ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ജിനൂസ് ബ്രോ അടക്കമുള്ള അതിലടക്കമുള്ളവരുടെ പറഞ്ഞു, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീയൊക്കെ എൻ്റെ കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല നീയൊക്കെ എനിക്കെതിരെ വീഡിയോ ചെയ്ത ആൾക്കാരാണ്. ആണോ അല്ലയോ? അപ്പോൾ ഇതിനകത്ത് ഇനി ഇതൊന്നുമില്ല. വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്നെ ഇട്ട് കൊടുത്തത് മാത്രം പോരാ, നിങ്ങൾ അതിനകത്തിട്ട് എന്നെ ചവിട്ടാനും കൂടെ നോക്കി. അപ്പോൾ എന്തിൻ്റെ ഇതിലാണ് ഞാൻ ഈ പറയുന്ന സായിയെ ഞാൻ സേവ് ചെയ്യേണ്ടത്? സായിയും ഇതിൻ്റെ പേരിൽ വിവി ആക്രമിച്ച ആളാണ്. കൈസ് ഇതിൻ്റെ പേരിൽ വിവി ആക്രമിച്ച ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഇവരെടുത്ത കൊട്ടേഷൻ്റെ കാര്യം എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാം? ന്യായമായിട്ടുള്ള കാര്യം. അതെന്താ അവർ ചെയ്യുമ്പോൾ അത് വെള്ളരിക്കുകയും ഞാൻ ചെയ്യുമ്പോൾ അത് തണ്ണീർമത്തനാവും? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇത് നാറിത്തരം കാണിച്ചോടെ എന്നോടാണെന്ന് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? ഒത്തൊരുമിച്ച് നിന്ന് ഒരു കാര്യം ചെയ്തിട്ട് അത് റോബിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ താത്തയുടെ കേസിലായാലും ഒത്തൊരുമിച്ച് ഇരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റിൽ എന്താണ് എൻ്റെ തലയിലും വിപിയുടെ തലയിലും മാത്രമായത്? കൃത്യമായിട്ട് നിങ്ങൾ പറയൂ. അപ്പോൾ ഇനി നമ്മളെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ തരില്ല. നമുക്ക് നമ്മുടേതായ വഴിയുണ്ട്. താത്തയുടെ വഴിയില്ല, ജിനൂസിൻ്റെ വഴിയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ആരുടെയും വഴിയില്ല. നമുക്ക് നമ്മുടേതായ റൂട്ട്. ആക്രമിക്കപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് എൻ്റെ ലൈൻ. ഒരുപാട് പേര് കൂട്ടം ചേർന്ന് ഒരാളെ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ സപ്പോർട്ട്, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് ഇനി ഇതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് തനുജയും ഫിജോ ജോസഫും തന്നെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഇവരാണ് തന്നെങ്കിൽ, ഫോട്ടോ തന്നത് എനിക്കറിയില്ല, തന്നതെങ്കിൽ ഇത് സായി ചോദിച്ചു വാങ്ങിയതല്ലേ? വന്നിരുന്ന് തള്ളേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നോട് വന്നിരുന്നത്? അതിൻ്റെ വോയിസ് റെക്കോർഡ് സഹിതം അവർ കേട്ടിട്ടല്ലേ അവർ ഈ പറയുന്നത്? ആണോ അല്ലയോ? അപ്പോൾ ഇതുപോലുള്ള നാറിയ പരിപാടി. എടാ സായി, നീ ഒരു നാറിയാണെന്നും നാറിയാണെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. പക്ഷെ നീ എന്നെ വെച്ച് വിവി അടിക്കാൻ ഇത് ചെയ്തപ്പോൾ നീ പലവട്ടം പറഞ്ഞു വോയിസ് കച്ചവടമെന്ന്. നിൻ്റെ തന്ത ചെയ്തോ? വേണ്ടാന്ന് വെക്കുമ്പോൾ നീ ഓരോരുത്തരെ കൊണ്ട് ന്യായീകരിപ്പിച്ചുകൊണ്ട് വരികയാണ് സായി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ, പിന്നെ ഈ ഒലിവിയുടെ വിഷയത്തിൽ എനിക്കെതിരെ ഇങ്ങനെ വരുമെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ആരും കണ്ടില്ല കേട്ടോ ഒലിവിയുടെ വിഷയത്തിൽ. എനിക്ക് ജെന്യുവനായിട്ട് ഒലിവിയുടെ കേസിൽ അവർ പറയുന്നതിൽ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നി. മാത്രമല്ല അവർ കുറച്ച് എവിഡൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നെ കാണിച്ചു. അതിനകത്തുനിന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യം, ഇത് സൈബർ കൊട്ടേഷനാണ്. ഒലിവിയ എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടാനുള്ള സംഭവമാണ്. അപ്പോൾ അത് പൂട്ടിയിട്ട് വേറൊരു സ്ഥാപനത്തിനെ ഇത് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾക്കറിയാം. ഈ സംഭവം കൺമണി എടുത്തതിന് ശേഷം ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കുന്ന ഇതാണ്, ഇറ്റ്സ് മീ കൈസാണ്. ഈവൻ ഒരുപാട് സ്ഥാപനം പൂട്ടാൻ വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന പക്ക കൊട്ടേഷൻ ടീമാണെന്ന് വ്യക്തമായിട്ട് അറിയാം. ഇവൻ നേരത്തെ ബിനു അടിമാലിക്ക് വേണ്ടി വേറൊരുത്തന് വേണ്ടി ഇന്ന് കൊട്ടേഷൻ പക്കയായിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ മാപ്പ് പറഞ്ഞിട്ട് പോയതാണ്. ബിനു അടിമാലി ആയതുകൊണ്ട് അത് പബ്ലിക്കിൽ വന്ന് ഇഷ്യൂ ആയിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള നാറിത്തരങ്ങൾ കാണിക്കുന്ന ഇവൻ്റെ പേരിൽ ഒരുപാട് കേസുണ്ട്. ഇപ്പോഴും നിലവിൽ ഒരു പെൺകുട്ടിയുടെ കേസ് ഇത് ചെയ്തു പ്രശ്നമായിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ ഇവൻ്റെ കല്യാണവും വിഷയങ്ങളൊക്കെ വന്നുകൊണ്ട് അതിനും മാപ്പ് പറഞ്ഞിട്ടാണ് അവൻ നിൽക്കുന്നത്.
അടുത്തൊരു വിഷയം FIR ഇട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതിനകത്തും അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. നമുക്ക് കണ്ടറിയാം. അപ്പം ന്യായീകരിക്കുന്നതിന് മുമ്പ് കണ്ണാപ്പി സായി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞത് അവന് തള്ളിയതാണോന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. പക്ഷെ അവൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞത് അപ്പോഴുള്ള ദേഷ്യത്തിലൊന്നുമല്ല. അവൻ 3-4 തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ വെച്ച് കാതർക്കരിപ്പൊടിയുടെ കല്യാണത്തിന് വെച്ച് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തള്ളയ്ക്ക് മോനും ഞാൻ പണി കൊടുത്തിരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വ്യത്യാസമില്ല. അവൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ന്യായീകരിക്കാൻ വരുന്നവർ കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ട് സംസാരിക്കുക. ഓക്കെ. പിന്നെ ഇതിനൊന്നും ഒരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ബിബി എന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നമ്പർ വാങ്ങിച്ച് ജിത്തുബായിയുടെ എൻ്റെ എന്താ പറയുന്നത് ആ രണ്ടാമത്തെ നമ്പർ അവൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് ജിത്തുബായി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ബിബിയോട് പറഞ്ഞ് കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ട് പിന്നെ അവൻ വന്നിട്ട് എന്നോട് സംസാരിച്ച കാര്യമാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.